അച്ഛൻ എൻ്റെ ടീമാണോ ടീച്ചറുടെ ടീമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ടീച്ചറും ഒരു ടീമാണ് എന്ന് പറയുന്ന പാരൻസും ടീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ കുട്ടികളോട് അച്ഛൻ എൻ്റെ ടീമാണോ ടീച്ചർ എന്താ നിന്നെ ചെയ്തത് എന്ന് ചോദിക്കുന്ന രൂപത്തിൽ ഈ കുട്ടികളുടെ ഉള്ളിൽ ഇവർ രണ്ട് ഗ്രൂപ്പാണ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പോൾ അവിടെ വന്ന് ഇവരുടെ കുറ്റം ഇവിടെ വന്ന് അവരുടെ കുറ്റം പറയുക എന്നുള്ളതൊക്കെ അതിനപ്പുറം ഈ ടീച്ചേഴ്സും പാരൻസും തമ്മിലുള്ള ബോണ്ടിന്റെ കുറവാണ് തുടക്കം തൊട്ടേ അത് അതിനൊത്തിരി സമയം എടുക്കുന്നതിന്റെ കാര്യം. ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ ഈ ഒരു റെസ്പെക്ട് ഉണ്ടാവാൻ ഒത്തിരി കാലതാമസം ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ബോണ്ടിങ് അത്ര റെഗുലറായിട്ട് ടീച്ചേഴ്സ് പേരൻസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. അതിങ്ങനെ ക്വാർട്ടർലി അങ്ങനെയുള്ളത്. അപ്പോൾ ആ ഒരു സമയം എടുത്തായിരിക്കും ആ പേരൻസും ആ കുട്ടിയുടെ പേരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാകുന്നത്. ശരിക്കും നല്ലൊരു ഗൈഡൻസ് വീട്ടിൽ നിന്നേ പോകണം. കറക്റ്റ്. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നേരത്തെ ഇതുപോലൊരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞതാണ്, ഓരോ ദിവസവും ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഓൾമോസ്റ്റ് 1200 ദിർഹംസാണ്. ഒരാളുടെ ഇവിടുത്തെ മാസശമ്പളം അത്രയും ഉണ്ടാവും. ഒരു ദിവസം കുട്ടി കൊണ്ടുവരുന്ന പൈസയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. ആരാണ് നല്ലത് എന്ന് കാണിക്കാൻ വേണ്ടി കൂടുതൽ പൈസ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ചെയ്ത് ഇവൻ ഓരോ ദിവസവും 24,000 25,000 രൂപ കയ്യിൽ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടി നന്നാവോ നന്നാവില്ലേ? നാച്ചുറലി ഇറ്റ്സ് എ ഡൗൺഫോൾ.